2 ചിന്തകൾ ഇന്ന ദിവസം കർത്താവ് നമുക്ക് നൽകുകയാണ്. ഒന്നാമതായിട്ട് പരിശുദ്ധമ്മ തൻ്റെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന ഏറ്റവും വലിയൊരു ഭാവം ദ പ്രസൻസ് ഓഫ് മൈൻഡ് എന്നുള്ളതാണ്. വേദനിക്കുന്നു ആ കുടുംബത്തിൻ്റെ നൊമ്പരം മനസ്സിലാക്കാൻ ആ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളത്. പലപ്പോഴും നമുക്കത് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മുഖത്ത് നോക്കി അല്ലെങ്കിൽ ആരുടെയെങ്കിലും മനസ്സ് നോക്കി ആ വേദന എന്നറിയാൻ ആർക്കും പറ്റുന്നില്ല എന്നുള്ളത്. അതിന് കാരണം അത്രയേ ഉള്ളൂ, ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ വേറൊരു മായിക ലോകത്താണ് ജീവിക്കുന്നത്. ഈ മായിക ലോകത്ത് ജീവിക്കുമ്പോൾ ഒരിക്കലും കൂടെയുള്ളവരുടെ അല്ലെങ്കിൽ കൂടെ കരയുന്നവരുടെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പ്രസൻസ് വിവേകമാണ്. ഞാൻ എവിടെ ഇടപെടണം, എവിടെ ഇടപെടാതിരിക്കണം, എന്ത് ചെയ്യണമെന്നുള്ളൊരു മനോഭാവം. എൻ്റെ ഭർത്താവിൻ്റെ മുഖമൊന്ന് കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യയുടെ മുഖമൊന്ന് കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ മക്കളുടെ വേദന ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, മക്കളുടെ ആ മുഖത്തൊരു വാട്ടം കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു ഇടപെടേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് ആർക്കും അറിയില്ല. ഇപ്പം നമ്മൾ റീൽസിൻ്റെയും അതുപോലെ തന്നെ ഈ ഓരോരോ ചാറ്റിങ്ങുകളുടെയും ലോകത്താണ് ഈ മൊബൈൽ ഫോണൊക്കെ പിടിച്ചിരിക്കുക. പരിശുദ്ധമ്മ ഈ പ്രസൻസ് ഓഫ് മൈൻഡ് കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് പറ്റി എന്നൊരു ചോദ്യം, എന്തിനാ പ്രാർത്ഥിക്കാട്ടോ എന്നൊന്ന് പറയാൻ, കൂടെയുണ്ട് കേട്ടോ എന്നൊരു വാക്ക്, ഇങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ നമ്മൾ മറന്നു കഴിഞ്ഞു. മെസ്സേജായിട്ട് പലരും അയക്കുന്നുണ്ട്, ഞാൻ പോട്ടടാ എന്നൊക്കെ പറഞ്ഞു. അതല്ല, കൂടെ ജീവിക്കുന്നവരുടെ ആ വേദനയൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പലപ്പോഴും ഈ തവളയുടെ സ്വഭാവം നമുക്ക്, തവള ഇങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും അപകടം വരുന്നു അപ്പം മുങ്ങുങ്ങട്. ഇത് തന്നെയാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ നമ്മുടെ മുങ്ങല്ല ചെയ്തത്. ഇവിടെ ഒരു പിരിവിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു നോക്കി. ആർക്കെങ്കിലും ഒരു പിരിവ് കൊടുക്കണം, നാളെ മുതൽ അടുത്ത പള്ളി നമ്മൾ അന്വേഷിച്ചു പോകും. എല്ലായിടത്തുള്ള സ്ഥലമാണ്, എല്ലായിടത്തുള്ള കാര്യമാണ്. നമുക്കത് കൊടുക്കാം, എങ്ങനെ കൊടുക്കാമെന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. അച്ഛൻ ചോദിച്ച് തുടങ്ങിയില്ലേ, ഞാൻ ചോദിക്കാനൊന്നും വരുന്നില്ല. പക്ഷെ നമ്മുടെ മനസ്സൊന്നും നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ ഒരു മനസ്സ് എങ്ങനെയാ, ഒരു കരുണയുടെ മുഖം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാ നമുക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റുന്നത്? ഇനി എൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു കാര്യമാണെങ്കിൽ നമ്മൾ എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ടാകും. ഇതുപോലെ തന്നെയാ എൻ്റെ എന്നൊരു ചിന്ത വരുമ്പോഴാണ് ഈ പ്രസൻസ് ഓഫ് മൈൻഡ് കടന്നു വരിക. അതാണ് പരിശുദ്ധ അമ്മ അവിടെ കൊടുത്തതെന്നുള്ളത്. രണ്ടാമതായിട്ട് ഏറ്റവും വലിയൊരു കാര്യമാണ്, ആരോടാണ് നമ്മുടെ വേദനകൾ പങ്കുവെക്കേണ്ടത് അമ്മയ്ക്കറിയായിരുന്നു. അമ്മ പരിചാരകരോടൊന്നല്ല പോയി പറഞ്ഞത്, ആദ്യം യേശുവിനോടാണ്. നമുക്ക് നഷ്ടപ്പെടുന്നത് തന്നെയാണ്. ആരോടാ പറയേണ്ടത്? അയൽവക്കക്കാരോടോ അല്ലെങ്കിൽ കൂടെയിരിക്കുന്ന ചേച്ചിയോടോ അല്ലെങ്കിൽ ചേട്ടനോടല്ല, ദൈവത്തോട് നമ്മൾ പറയുന്നത്. ദൈവത്തോട് നമ്മൾ പറയാൻ നമുക്ക് മനസ്സുണ്ടാകുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏത് കാര്യമായിരുന്നു ഓടിയെത്തേണ്ടത് അമ്മ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ മകനോട് പറഞ്ഞതുപോലെ യേശുവിനോട് പറയാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് യേശുവിനോട് എല്ലാ ദിവസവും പറയണം. എല്ലാ കാര്യങ്ങളും, എൻ്റെ കുടുംബത്തിൻ്റെ വേദനകൾ, എൻ്റെ കുടുംബത്തിൻ്റെ നൊമ്പരങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ യേശുവിനോട് പങ്കുവയ്ക്കാൻ എനിക്കുണ്ട്. ഇത് അമ്മയ്ക്കറിയായിരുന്നു. അമ്മ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠത, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പങ്കുവയ്ക്കേണ്ടത് തമ്പുരാൻ്റെ സന്നിധിയിലാണ്. അത് മറക്കാതിരിക്കുക. എന്തുമായിക്കൊള്ളട്ടെ, തമ്പുരാനുമായിട്ടൊരു ആഴമായ ബന്ധമുണ്ടാകും. ഈ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താം.